Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വാഴപ്പിണ്ടി വെച്ചിട്ടുള്ള രണ്ട് വിഭവങ്ങളാട്ടോ. ഒന്ന് വാഴപ്പിണ്ടി അച്ചാറും പിന്നെ വാഴപ്പിണ്ടി ഉപ്പിലിടുന്നതും. അതിനു മുന്നേ വാഴപ്പിണ്ടി എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതും കൂടെ കാണിക്കുന്നുണ്ട് ട്ടോ. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ കുറച്ച് വാഴപ്പിണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ഉണ്ണിത്തണ്ടെന്നും പറയും ട്ടോ. ഇനി ഇതിനെ നമുക്ക് ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നൂല് കാണും. അപ്പോൾ അത് ആ നൂലൊന്ന് നമ്മൾ കളയണം. അതെങ്ങനെയാണ് കാണിച്ചുതരാം. ആദ്യമേ ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് വട്ടത്തിലിങ്ങനെ മുറിക്കണം. ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ അകത്തുമ്പോൾ ഒരു നൂല് വരും. അതിനിങ്ങനെ നമ്മൾ കയ്യിലിങ്ങനെ ചുറ്റിയെടുക്കാം. അതുപോലെ ഇതുണ്ടോ, ഇങ്ങനെ അകത്തുമ്പോൾ കണ്ടൊരു നൂല് വരുന്നത് അതിനെ കയ്യിലിങ്ങനെ ചുറ്റിക്കും. എന്തായാലും ഈ നൂല് നമ്മൾ കളയണം, അതല്ലെങ്കിൽ നമുക്കത് കഴിക്കാൻ പറ്റത്തില്ല. അത് പലരും പല രീതിയിലാണ് ഈ നൂല് കളയുന്നത്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയിരിക്കുന്നത് ഇതാട്ടോ. എൻ്റെ മമ്മിയൊക്കെ ഈ രീതിയിലാണ് ചെയ്യല്. ഇനി ഇത് ഒത്തിരിയും ഔഷധ ഗുണമുള്ള ഒരു സാധനം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ നൂല് കുറച്ചൊക്കെ നമ്മുടെ വയറ്റിൽ പോയാലും നല്ലതാണ്. അപ്പോൾ മമ്മിയൊക്കെ പറയും ഇത് കഴിക്കുവാന്നുണ്ടെങ്കിൽ വയറ്റിൽ മുടിയൊക്കെ ഉണ്ടെങ്കിൽ പോകാനൊക്കെ നല്ലതാണ്. അപ്പോൾ അതാ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ഇത് കിഡ്നി സ്റ്റോണിന് ഇതിങ്ങനെ ഇടിച്ച് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ ജ്യൂസ് എടുക്കും. എന്നിട്ട് അത് കുടിക്കുന്നതൊക്കെ നല്ല കേട്ടോ. അങ്ങനെ ഒത്തിരിയും പല പല അസുഖങ്ങൾക്ക് ഇത് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ നമുക്കൊന്ന് ആക്കിയെടുക്കാം. ഇതുപോലെ ഞാൻ വട്ടവട്ടമായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്ന വാഴപ്പിണ്ടിക്ക് അധികം വണ്ണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതുപോലെ കുഞ്ഞിതായിരുന്നു. ഇതിൻ്റെ നൂല് കണ്ടോ ഇങ്ങനെ കിട്ടും കേട്ടോ. നമുക്കിങ്ങനെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. ഇതുപോലെ ഞാൻ ഇത് വെച്ച് രണ്ട് കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് അച്ചാറും ഉണ്ടാക്കുന്നുണ്ട്, ഉപ്പിലിടുന്നുണ്ട് കേട്ടോ. ഉപ്പിലിടാനാകുമ്പോൾ ഇതിങ്ങനെ തന്നെ മതി. അച്ചാറിടാനാണെന്നുണ്ടെങ്കിൽ ഇതിനെ വീണ്ടും ചെറുതാക്കി നമ്മൾ മാങ്ങയൊക്കെ അരിയുന്ന പോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിയേണ്ടി വരും കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമേ ഉപ്പിലിടാം. ഉപ്പിലിടാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു കുപ്പിയുടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വാഴപ്പിണ്ടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ചെറിയൊരു ക്വാണ്ടിറ്റിയെ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് വേണം. അപ്പോൾ ഞാൻ എടുക്കുന്നത് കാന്താരി മുളക് കേട്ടോ. അപ്പോൾ ഉപ്പിലേക്ക് ഇടാനായിട്ട് കാന്താരി മുളകാണ് ടേസ്റ്റ്. അതൊരു 20 എണ്ണം ഉണ്ട്. അത് ഇതിലേക്ക് ഇടാം. കാന്താരി മുളക് ഇല്ലയെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് കുറച്ച് കല്ലുപ്പ് ചേർക്കാം. അപ്പോൾ കല്ലുപ്പ് തന്നെ വേണം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം പൊടിയുപ്പ് ചേർത്തേച്ചാൽ മതി. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പിലിട്ട് കഴിഞ്ഞാൽ മുകളിൽ പൂപ്പൽ പിടിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ വിനാഗിരി ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ചാറിച്ച വെള്ളം, ഇത് നല്ലപോലെ ആറിയ വെള്ളം കേട്ടോ. അപ്പോൾ നല്ലപോലെ തിളപ്പിക്കണം. വെട്ടി തിളച്ചതിന് ശേഷം നല്ലപോലെ അരച്ചെടുക്കുക. എന്നിട്ട് അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. ഈ വാഴപ്പിണ്ടി എന്ന് പറഞ്ഞ സാധനം ഒരു സ്പോഞ്ച് പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉപ്പും മുളകും ഒക്കെ പെട്ടെന്ന് തന്നെ പിടിക്കും കേട്ടോ. അപ്പോൾ നമുക്കിത് 3 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ഇതിപ്പോൾ ഞാൻ അടച്ചിട്ട് ഞാൻ മാറ്റി വെക്കണേ കേട്ടോ. അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇതുപോലെ തന്നെ നേരത്തെ അരിഞ്ഞ് വെച്ച വാഴപ്പിണ്ടി ഉണ്ടല്ലോ, അതിനെ ഞാനൊന്ന് ചെറുതായിട്ട് മുറിക്കും. ഇപ്പം ഞാൻ ആ വാഴപ്പിണ്ടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ വലിയ വലിയ ക്യൂബ്സ് ആയിട്ടാണ് അരിഞ്ഞേക്കുന്നത്. മാങ്ങാച്ചാറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിയുന്ന പോലെ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചേക്കുന്നത് കേട്ടോ. ഇത് അരിഞ്ഞതിന് ശേഷം 2 കപ്പാണ് കേട്ടോ ഉള്ളത്. ഇത് കഴുകേണ്ട ആവശ്യമില്ല. ഇത് വാഴയുടെ ഉള്ളിൽ വരുന്ന ഒരു സാധനമല്ലേ, അപ്പോൾ അങ്ങനെ പൊടിയൊന്നും പിടിക്കത്തൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഒരു ചെറിയൊരു കറയുണ്ട്. അത് നല്ലതാണ് നമ്മൾ കഴിക്കുന്നതൊക്കെ കേട്ടോ. കറ ഒത്തിരി ഔഷധ ഗുണമുള്ളതാട്ടോ. ആ കറ കളയാതെ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചുവട് കട്ടിയുള്ളൊരു പാത്രം വെക്കാം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മതി. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ഉപയോഗിക്കരുത് കേട്ടോ. വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ ഇത് അധികം ദിവസം വെച്ചേക്കാൻ പറ്റത്തില്ല. നല്ലെണ്ണ ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചധികം നാൾ വെക്കാൻ പറ്റും. നല്ലെണ്ണ ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുക്, ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് 1.5 ടേബിൾ സ്പൂൺ, ഒരു ഉണ്ട വെളുത്തുള്ളി. ഇഞ്ചി വെളുത്തുള്ളി മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് വാഴപ്പിണ്ടി ചേർക്കാം. മിക്സ് ചെയ്യാം.
ഇതിലേക്ക് ഞാനൊരു 30 കാന്താരി മുളക് ചേർക്കുന്നുണ്ട് കേട്ടോ. കാന്താരി മുളക് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 പച്ചമുളക് ചേർക്കാം. പിന്നെ ഒരു കറിവേപ്പില ഇതിലൊന്ന് വഴറ്റിയെടുക്കണം. വാഴപ്പിണ്ടി ഇതിൽ കിടന്നിട്ട് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആവണം കേട്ടോ. അച്ചാറിന് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ചേർക്കുന്നത് കല്ലുപ്പാണ്. ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഹീറ്റിൽ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ വാഴപ്പിണ്ടി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തേക്കണത്. ഈ മുളക് പൊടി ഇതിലൊന്ന് മൂപ്പിക്കണം. 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇനി അതുകൂടി ചേർത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വിനാഗിരി ചേർക്കുന്നുണ്ട്. അപ്പോൾ വിനാഗിരി ചേർക്കുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി. ഇതെല്ലാം കൂടെ യോജിപ്പിക്കാം. കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർക്കാം കേട്ടോ. ഇത് നല്ല തിളച്ച വെള്ളമാണ്. അതിനുശേഷം ഇതൊന്ന് യോജിപ്പിക്കാം. അപ്പോൾ വിനാഗിരി പിന്നെ ചേർക്കണ്ട കേട്ടോ. ആ ഒരു 1/4 കപ്പ് വിനാഗിരി മതിയാവും. ഒരുപാട് വിനാഗിരി ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര പുളിയായിരിക്കും ഇതിന് കേട്ടോ. ഇതിപ്പോൾ കറക്റ്റാണ്. ഇനി ഇത് ആറിക്കഴിയുമ്പോൾ ഒരു കുപ്പിയിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ വാഴപ്പിണ്ടി അച്ചാറും വാഴപ്പിണ്ടി ഉപ്പിലിട്ടെന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പിലിട്ടത് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അച്ചാറ് നമുക്ക് ഇന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.